ഈ സമ്മേളനത്തോടെ നാം വിശ്രമിക്കാൻ ഒരുങ്ങുകയല്ല. നാം വലിയ ഒരു പ്രവർത്തനത്തിന് 2026 എന്ന് പറയുന്നത് ആ സ്വപ്ന വർഷം, 2026 എന്ന് പറയുന്ന സ്വപ്ന വർഷം SYSന്റെ ചുണക്കെട്ടുകൾ അവരുടെ മനസ്സിൽ കുറിച്ചിടണം. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം നടക്കുന്ന വിശുദ്ധമായ വർഷമാണ്. വിശുദ്ധമായ വർഷമാണ്. സുൽത്താനുൽ ഉലമയുടെ സാന്നിധ്യത്തിൽ, സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം നമുക്ക് ആഘോഷിക്കണം. അതിനു മുമ്പുള്ള തയ്യാറെടുപ്പുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കേരള യാത്ര വരാനിരിക്കുന്നു. നമുക്കൊരുപാട് മനോഹരമായ പദ്ധതികൾ വരാനിരിക്കുന്നു. സുൽത്താനുൽ ഉലമ തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കും. ബദ്റുസ് സാദാത്ത് തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കും. അങ്ങനെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന മനോഹരമായ പ്രസ്ഥാനമായി ഒരു ഭാഗത്ത് SSF, മറുഭാഗത്ത് SYS, അതേപോലെ കേരള മുസ്ലിം ജമാഅത്ത്, മൂന്നിന്റെയും മുമ്പിൽ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്ത് വർഗ ബഹുജന സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ ഊടുവഴികൾ കണ്ടെത്തി പ്രസ്ഥാനത്തിന്റെ വ്യാപനത്തിന് വേണ്ടി, നമ്മുടെ ആദർശത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി വിപുലമായ കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ കർമ്മ പദ്ധതികളെ കുറിച്ച് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 11 കടപ്പുറത്ത് വെച്ച് നടക്കുന്ന മഹാപ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് അതിന്റെ പ്രഖ്യാപനം സുൽത്താനുൽ ഉലമ നടത്താനിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ വഹാബിസവും അതേപോലെ കള്ളത്വരീക്കത്തുകളും അള്ളാഹുവിന്റെ ദീനിന് നേരെ, സ്വഹാബത്ത് പ്രചരിപ്പിച്ച മതത്തിനെതിരെ, മാലിക് ബിൻ ദീനാർ പ്രചരിപ്പിച്ച മതത്തിനെതിരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രചരിപ്പിച്ച മതത്തിനെതിരെ ഏത് ശക്തികൾ, ഏത് ദുഷ്ടശക്തികൾ രംഗത്ത് വന്നാലും അവരെ ചെറുത്തു തോൽപ്പിക്കാൻ മാത്രം ഈ പ്രസ്ഥാനം ശക്തമാണ് എന്ന ബോധത്തോടെ അടുത്ത വർഷങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.